നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏകദേശം ഒരാഴ്ച മുന്നേ OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. സൈനാപ്ലയിൽ കൂടിയായിരുന്നു സിനിമയുടെ OTT റിലീസ്. 2 മണിക്കൂർ 15 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമ. ഏകദേശം ഒരു മാസത്തിന് മുന്നേ തിയേറ്ററിൽ ഇറങ്ങി സാമ്പത്തികമായി വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയ സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. സിനിമ സംവിധാനം ചെയ്യുന്നത് വിനേഷ് വിശ്വനാഥൻ. പിന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വിനേഷ് വിശ്വനാഥൻ തന്നെ കഥയാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ കൈലാഷ് എസ് ഭവൻ, പിന്നെ മുരളീകൃഷ്ണൻ, പിന്നെ ആനന്ദ് മന്മഥൻ. മന്മഥൻ നമുക്കറിയാം, നമ്മുടെ പൊന്മാനിലൊക്കെ ഉള്ള ഇവർ 3 പേരും കൂടെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു, സൈജു കുറുപ്പ് ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. ഈ 3-4 പിള്ളേരെ കൂടാണ്ട് അജു വർഗീസ്, സൈജു കുറുപ്പ്, ആനന്ദ് മന്മഥൻ, പിന്നെ ജോണി ആൻ്റണി എന്ന് വേണ്ട നമ്മളറിയുന്ന കുറച്ചധികം കഥാപാത്രങ്ങളുണ്ട്. ശ്രുതി സുരേഷ് ഉണ്ട്, കരിക്കലോടൊക്കെ ഫേമസ് ആയ ഇത്രയും പേരുണ്ട് ഇതിനകത്ത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ പറയുന്നതിന് മുന്നേ എനിക്ക് തോന്നിയത് തന്നെ വെച്ചാൽ ഈ സിനിമയിൽ ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രസകരമായ മൊമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ പോസിറ്റീവ്സ് ഞാൻ ആദ്യം പറയാം. ഇതാണ് ഇതിനകത്ത് ഒരു ഹൈലൈറ്റ്. ഈ 4 കുട്ടികളുടെ കഥ, ഈ 4 കുട്ടികളും വളരെ മനോഹരമായിട്ട് മാസ്റ്റർ ശ്രീരാഗാണ് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഈ 4 കുട്ടികളും നല്ല രസമായിട്ട് അഭിനയിച്ചു. ഇവരുടെ ചില കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം നല്ല രസമായിട്ട് വന്നേക്കുന്നത്. അവരൊക്കെ വളരെ ക്യൂട്ടായിരുന്നു അത് കാണാൻ. ശ്രീകുട്ടനും നന്നായിട്ട് ചെയ്തു. ശ്രീകുട്ടൻ ഈ പയ്യനാണ്, നന്നായിട്ട് ചെയ്തു. പിന്നെ ഇതിനകത്തൊരു അമ്പാടി എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്, ഒരു പയ്യൻ, ഒരു ക്ലാസ് ലീഡർ. അവൻ നല്ല രസമായിട്ട് ചെയ്തു. ആദ്യമായിട്ട് കാണുന്നതാണ്, നല്ല ഭംഗിയായിട്ട് അവർ അഭിനയിച്ചു. എങ്ങനെ കുട്ടികളായിട്ട് ചെയ്തവരെല്ലാവരും തന്നെ വളരെ നാച്ചുറൽ അഭിനയിച്ചു. ഇവർ ഭസ്മം ടീമൊക്കെ ഉണ്ട്, ഇവരുടെ ഓപ്പോസിറ്റ് ഒരു ഗ്യാങ്. ആ ഭസ്മം ടീമിൽ വന്ന പിള്ളേരെ അവരെല്ലാവരും ക്ലാസ് ആയിരുന്നു, തലമുടി നീട്ടിയൊരു പയ്യനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ഒരു ക്രിക്കറ്റ് മാച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ആ ക്രിക്കറ്റ് മാച്ച് വളരെ മനോഹരമായിട്ട് എടുത്തേക്കണ പോലെ തോന്നി. നല്ല രസമായിട്ട് അത് എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ സൈജു ഗ്രൂപ്പിന് അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് നടത്താൻ പാത്രമൊന്നുമില്ല. സൈജു ഗ്രൂപ്പിൻ്റെ കഥാപാത്രം നമ്മൾ വേറെ എവിടെയോ സിനിമയിൽ കണ്ടതുപോലെ എനിക്ക് തോന്നി. അതുപോലെ ഒരു റെപ്പറ്റേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നി, അല്ലെങ്കിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പ് പെർഫോമൻസ് എന്താണെന്ന് വെച്ചാൽ ചക്രപാണി സാറായിട്ട് വന്ന അജു വർഗീസ്. ഞെട്ടിച്ച് കളഞ്ഞ പെർഫോമൻസ് ആയിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ റിവ്യൂസിലൊക്കെ പറയാറുണ്ട് ഈ അജു വർഗീസിൻ്റെ ആക്ടിങ് ക്ലീൻ ആക്ടിങ് ആണെന്ന്. ഇതിനകത്ത് വളരെ മനോഹരമായിട്ടാണ് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത്ര ബ്രില്യൻ്റ് ആയിട്ട് അജു ചെയ്തിട്ടുണ്ട്. അജുവിൻ്റെ പെർഫോമൻസ് എനിക്ക് സമീപകാലത്ത് അജു ചെയ്തതിൽ ഏറ്റവും മികച്ച കഥാപാത്രമായിട്ട് തോന്നി. സൂപ്പറായിരുന്നു. നമുക്കും പഠിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വിറച്ച് പോകുന്ന ഒരു സാറ്. ഇപ്പം അജു ഇത്രയും കോമഡി സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളിത് അജുവിൻ്റെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ആ ഒരു പേടി, നമുക്ക് ആ പിള്ളേരിൽ കൊണ്ടുവരുന്ന പേടി തന്നെ ഇമോഷണലി നമുക്കും കണക്റ്റ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ പെർഫോമൻസ് കിടിലമാണെന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഒരു കിടിലം ഹൈലൈറ്റ് പരിപാടിയായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ആനന്ദ് മന്മഥനുണ്ട്. ആനന്ദ് മന്മഥന് ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല, എങ്കിലും പുള്ളിയുടെ റോള് നന്നായിട്ട് ചെയ്തു. ശ്രുതി സുരേഷ് ഉണ്ട്, കണ്ണൻ നായരുണ്ട്. ഇവരൊക്കെ ഇവിടെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ജോണി ആൻ്റണിക്ക് തരക്കേടില്ലാത്തൊരു ഒരു റോളാണ്. എന്ന് വെച്ചാൽ റോള് ത്രോട്ടുണ്ട്, എങ്കിലും ഭയങ്കര പെർഫോം ചെയ്യാനൊന്നുമില്ല, എങ്കിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പുള്ളി ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നിയത് ഈ കുട്ടികളുടെ പെർഫോമൻസ് ഞാൻ പറഞ്ഞു. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴും ഇത് പല സ്ഥലത്തും ഭയങ്കര ഡ്രാഗിങ് ആയിരുന്നു. മുന്നോട്ട് പോകാൻ ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങണ പോലെ തോന്നി. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു മനോഹരമായ ഒരു കൊച്ചു ക്ലൈമാക്സ് ഉണ്ട് ഇതിന്. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ട്വിസ്റ്റൊന്നുമല്ല, പക്ഷെ ചെറിയൊരു സീനാണ്. അത് കാണിച്ചിരിക്കുന്ന രീതി വളരെ മനോഹരമായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പുതിയ സെറ്റപ്പ് അതിന് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ എനിക്കിഷ്ടപ്പെട്ടു സിനിമ. ഓവറോൾ ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഡ്രാഗിങ് ആയതൊക്കെ ഒഴിച്ചു മാറ്റിയാൽ ഓവറോൾ ശരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കാവുന്ന ഒരു കൊച്ചു നല്ല സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.